ജനുവരി 27 തിങ്കളാഴ്ച. മാർക്കോസ് 3:22 മുതൽ 30 വരെ വാക്യങ്ങൾ. 1997 മദർ തെരേസ ഉറക്കമില്ലായ്മയെ തുടർന്ന് ഭൂതോച്ചാടനത്തിന് വിധേയയായി. ഉറങ്ങാൻ സാധിക്കാത്തത് പിശാചിൻ്റെ പ്രവർത്തനമെന്ന് ആരോപിക്കപ്പെട്ടു. വിശുദ്ധയുടെ മരണത്തിൻ്റെ 4ാം വർഷത്തിലാണ് ഈ ഭൂതോച്ചാടനത്തിൻ്റെ വാർത്ത പുറത്തു വന്നത്. അന്നത്തെ കൊൽക്കത്ത ആർച്ച് ബിഷപ്പ് ഹെൻറി ഡിസൂസയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. 1997 സെപ്റ്റംബർ 5 87ാമത്തെ വയസ്സിൽ മദർ തെരേസ മരിക്കുന്നതിന് മുമ്പ് ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് അവരെ പ്രവേശിപ്പിച്ച ആശുപത്രിയിലാണ് ഭൂതോച്ചാടനം നടന്നതെന്ന് പറയപ്പെടുന്നു. മദറിന് ഉറങ്ങാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് ഡോക്ടർ അറിയിച്ചപ്പോൾ ആർച്ച് ബിഷപ്പ് ഭയന്നു. അത് പിശാച് ബാധ മൂലമായിരിക്കാം എന്ന് കരുതി. തുടർന്ന് ഒരു പുരോഹിതനോട് ഭൂതോച്ചാരണ പ്രാർത്ഥന നടത്താൻ ആവശ്യപ്പെട്ടു. മദർ സന്തോഷത്തോടെ അത് സമ്മതിച്ചു. ഭൂതോച്ചാടകനും മദറും ഒരുമിച്ച് സംരക്ഷണ പ്രാർത്ഥനയിൽ പങ്കെടുത്തു. ഇന്നത്തെ സുവിശേഷ വായനയിൽ യേശു പിശാചുക്കളുടെ തലവനായ ബെൽസെബൂലിനെ കൊണ്ടാണ് പിശാചുക്കളെ പുറത്താക്കുകയാണ് എന്ന് ഫരീസയന്മാർ ആരോപിക്കുന്നത് കാണാം. എന്നാൽ തന്നിൽ തന്നെ വിഭജിക്കപ്പെട്ട ഒരു വീടിന് നിലനിൽക്കാനാവില്ലെന്ന് യേശു ക്ഷമയോടെ വിശദീകരിച്ചു. സ്വന്തം അധികാരികളുടെ അന്തർസംഘർഷത്താൽ ഒരു രാജ്യം തീർച്ചയായും വീഴും. പരസ്പരം വിദ്വേഷം നിറഞ്ഞൊരു കുടുംബം പ്രവർത്തനരഹിതമാണ്. അംഗങ്ങൾക്ക് പരസ്പരം യോജിക്കാൻ കഴിയാത്ത ഒരു സഭ ശിഥിലമാവുകയും പിന്നീട് പിരിച്ചുവിടപ്പെടുകയും ചെയ്യും. എങ്ങനെയാണ് പിശാചിനെ ഒഴിവാക്കുക? സെയിൻറ്റ് ഫ്രാൻസിസ് ഡി സെയിൽസിൻ്റെ അഭിപ്രായത്തിൽ വളരെ ആവശ്യമായൊരു പുണ്യമാണ് എളിമ. അത് സാത്താനെ ഓടിക്കുകയും പരിശുദ്ധാത്മാവിൻ്റെ കൃപകളും ദാനങ്ങളും നമ്മിൽ സുരക്ഷിതമായി സൂക്ഷിക്കുകയും ചെയ്യുന്നു. ഇന്ന് തിരുസഭ വിശുദ്ധ ആഞ്ചല മെർസിയുടെ ഓർമ്മ ആചരിക്കുകയാണ്. 1535 ബ്രസീലിയയിൽ സെയിൻറ്റ് ഉർസല എന്ന സന്യാസ സഭ സ്ഥാപിച്ച ഒരു ഇറ്റാലിയൻ മത അധ്യാപികയായിരുന്നു ആഞ്ചല മെർസി. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിലൂടെ സ്ത്രീകൾ സഭയുടെ സേവനത്തിനായി തങ്ങളുടെ ജീവിതം സമർപ്പിച്ചു. ഈ സഭയിൽ നിന്ന് പിന്നീട് ഓർഡർ ഓഫ് സെയിൻറ്റ് ഉർസല ഉടലെടുത്തു. അവരുടെ കന്യാസ്ത്രീകൾ യൂറോപ്പിലുടനീളം പിന്നീട് ലോകമെമ്പാടും പ്രത്യേകിച്ച് വടക്കേ അമേരിക്കയിലും പ്രാർത്ഥനയ്ക്കും പഠനത്തിനും വളരെയധികം സഹായം ചെയ്തു. 1807 പയസ് 7ാമൻ മാർപ്പാപ്പ ആഞ്ചല മെർസിയെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.